GST എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത് അതിനെ പറ്റിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണറാണ്. ചെറിയ ചാർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ആ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവും GST എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്ന്. ഞാൻ പറഞ്ഞ ചാർട്ട് ഇയർ 2000 അപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ അടൽ ബിഹാരി വാജ്പേയി ആദ്യമായിട്ട് GST എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2006 അപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്ററായ ശ്രീ P. ചിദംബരം സാറ് യൂണിയൻ ബഡ്ജറ്റ് 2006-07 പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ April 1, 2010 GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് അവർ പറഞ്ഞതുപോലെ ആ 2010 GST ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഒരുപാട് ഡെഡ് ലൈൻസ് മിസ്സായിട്ടുണ്ട്. എന്നാലും കുറേ GST ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. പിന്നെ 2014 NDA ഗവൺമെൻറ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടക്ട് ചെയ്ത സമയത്ത്, അതായത് 19 December 2014 GST പാർലമെൻറ്റിൽ ഒരു ബില്ല് ഇതാക്കിയിട്ടുണ്ട്. അതായത് 122nd അമെൻമെൻറ്റ് ബില്ല് GST ബില്ല് ആ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബില്ല് എപ്പോഴാണ് പാസ്സായതെന്ന് വെച്ചാൽ ലോക്സഭയിൽ 6 May 2015 ലോക്സഭ ആ ബിൽ പാസ് ചെയ്തു. പിന്നെ രാജ്യസഭ 3 August 2016 19 December 2014 പ്രസൻറ്റ് ചെയ്ത ബില്ല് പാസ് ചെയ്തു. പിന്നെ അതിനുശേഷം 2014 ലഭിച്ച ബില്ല്, അതായത് 122nd അമെൻമെൻറ്റ് ബില്ലായി GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുത്ത ബില്ല്, അപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് 8 September 2016 ആ കോൺസ്റ്റിറ്റ്യൂഷൻ 101st അമെൻമെൻറ്റ് ആക്റ്റായിട്ട് ആ ബില്ല് എനാക്റ്റ് ആയിട്ട് ആ ബില്ലിനെ പാസ്സാക്കി കൊടുത്തു. അങ്ങനെ September 2006 ഫസ്റ്റ് GST കൗൺസിൽ മീറ്റ് ഹെൽഡായി. പിന്നെ March 2017 CGST, SGST, IGST, UTGST പിന്നെ കോമ്പൻസേഷൻ സെസ് ബില്ലൊക്കെ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തു. പിന്നെ April 2017 CGST, IGST, UTGST പിന്നെ കോമ്പൻസേഷൻ സെസ് ആക്ട് പാസ്സായി. പിന്നെ May 2017 GST കൗൺസിൽ എല്ലാ റൂൾസ് എന്തൊക്കെയാണ് എല്ലാ റൂൾസിനെയും റെക്കമെൻഡ് ചെയ്യും. June 30, 2017 എല്ലാ സ്റ്റേറ്റ്സും പിന്നെ യൂണിയൻ ടെറിട്ടറീസും എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരിനെ വിട്ടിട്ട് ബാക്കിയുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും SGST പിന്നെ UTGST ആക്ടിനെ പാസ് ചെയ്തു. 1 July 2017 ആകുമ്പോഴേക്കും ഹിസ്റ്റോറിക് ഇൻഡയറക്റ്റ് ടാക്സ് റിഫോർമായ GST 1 July 2017 ആകുമ്പോഴേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യും. 8 July 2017 ആകുമ്പോഴേക്കും GST ലോ ജമ്മു ആൻഡ് കാശ്മീരിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. ഇതാണ് GSTയുടെ ജേർണി. അതായത് ഹിസ്റ്റോറിക്കലി GST എങ്ങനെ ഇന്ത്യയിൽ വന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് GSTയുടെ ജെനസിസ്. ഇപ്പോൾ GST ജേർണി ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതായത് ഈ 2000 ഈ GST ജേർണി സ്റ്റാർട്ടായത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ആയിക്കൊണ്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് GST വന്നത്, ഇംപ്ലിമെൻ്റ് ആയത്, അതായത് 2000 തൊട്ട് എന്തൊക്കെ ശ്രമങ്ങളാണ് GST ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നടന്നത്, അതിന് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് GSTയെ പറ്റിയിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷനോ വർക്കോ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ എന്താണ് മെസ്സേജ് അയച്ചിരിക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷനാണ് ആവശ്യമെങ്കിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാം. അല്ലെങ്കിൽ GST റിലേറ്റഡ് എന്തെങ്കിലും വർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് റിട്ടേൺ ഫയലിംഗ് ഓർ ന്യൂ രജിസ്ട്രേഷൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട്, വർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്ക് അത് ഞാൻ ചെയ്തു തരാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ബൈ.